ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമാവുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണേ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ല ടെൻഡർ ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ നാരങ്ങ നീരിന് പകരം 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്താലും മതി. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ കുറച്ചുകൂടി അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ കയ്യിൽ എരിച്ചിലൊന്നും വരില്ല എന്നുള്ളവർക്ക് ആദ്യം തന്നെ പെപ്പർ പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലൊന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിന് താഴെ വെച്ചാൽ മതി. അപ്പോൾ എത്രയും കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചിക്കനിൽ കറക്റ്റ് ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ടുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ രാവിലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേന്നൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂർ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് കുറച്ചൊന്ന് കറിവേപ്പില ഇട്ട് വറുത്തു പോരാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് നിറച്ചിടരുത് കേട്ടോ. ഇനി ആദ്യത്തെ ആ 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസൊക്കെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കരുത്, നമ്മുടെ ചിക്കനിൽ നിന്ന് മസാലയൊക്കെ ഒന്നങ്ങ് അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 6-7 മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കൂടിയൊക്കെ ആവുമ്പോൾ ഒരു കറക്റ്റ് കുക്കാവും. അതായത് പുറമേ ഒരു ക്രിസ്പിനെസ്സും ഉൾഭാഗം സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി തിരിച്ച് മറിച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ യമ്മി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.